ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്കിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഒരു ഏകദേശം ഒരു രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെയുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൽ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്നതും നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയും ഉണ്ട് കേട്ടോ. നല്ലൊരു ചൂരമീൻ്റെ കറിൻ്റെ റെസിപ്പിയും നമുക്ക് ഇങ്ങനെ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ. നല്ല സ്പോഞ്ച് പോലെയുള്ള അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ വേഗം ചുട്ട് എടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഇത്. അപ്പം കുട്ടികളെല്ലാം സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയെല്ലാം ആക്കി കൊടുത്താൽ അവർ കഴിക്കും. കുറച്ച് ദിവസത്തേക്ക് നമുക്ക് പലഹാരമായിട്ട് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അധികം ചിലവൊന്നും ഇല്ലാണ്ട് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് പലഹാരമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിന് ഞാൻ കണ്ടിയാൽ അമ്മ ഇങ്ങനെ വീട്ടിലാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വേറൊരു ദിവസം ഞാൻ എടുത്തതാണ് കേട്ടോ. കാന്താരി മുളക് ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പറിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര മടിയുണ്ടായിന് ഇങ്ങനെ പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അച്ചാറിട്ടതും ഉപ്പിലിട്ടതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഞാനിങ്ങനെ പറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അച്ചാറിടാനും ഉപ്പിലിടാൻ വേണ്ടിയിട്ടും പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിറച്ച് പിടിച്ചിട്ടുണ്ടായിന് കേട്ടോ. 3 തേയുണ്ട്, മൂന്നിലും നിറച്ച് പിടിച്ചിട്ടുണ്ടായിന്. നല്ലോണം നീട്ടം വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ പറിക്കാൻ തന്നെ നല്ല മടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട്, പക്ഷെ എനിക്ക് ഇത് ഭയങ്കര മടിയാണ് കേട്ടോ പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോനും വന്നിട്ടുണ്ടായിന് കേട്ടോ. എൻ്റെ മോനും വന്ന് പറിക്കുന്നുണ്ടായിന്, ചെറിയ മോന്. എൻ്റെ ബാക്കിൽ തന്നെ വന്നിട്ടുണ്ടായി. അപ്പോൾ ഓനിങ്ങനെ പറങ്കിൻ്റെ പൂവും അങ്ങനെയെല്ലാം ആയിട്ട് എല്ലാം ഒന്നിച്ച് പറിക്കുക എന്നിട്ട് ചെയ്യുന്നുണ്ടായിന്. അപ്പോൾ അവനോട് പറിക്കണ്ടെന്ന് പറഞ്ഞാലും ഓൻ കേൾക്കുന്നുണ്ടായിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പറിച്ചെടുക്കട്ടെ. മഴയായതുകൊണ്ട് തന്നെ നല്ലോണം പിടിച്ചിട്ടുണ്ടായിന് കേട്ടോ. ഞാൻ ഈ മുളക് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ. അപ്പോൾ പച്ചമുളകൊന്നും യൂസ് ചെയ്യില്ല, ഇതുണ്ടായതുകൊണ്ട് ഇത് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കൽ. അപ്പം അത്യാവശ്യം വലിപ്പവും എരിവും എല്ലാം ഉണ്ട് കേട്ടോ. നല്ലൊരു കാന്താരി മുളകിൻ്റെ അത്ര എരിവൊന്നും ഇല്ലെങ്കിലും നമ്മളെ പച്ചമുളകില്ലേ അതിൻ്റെ ഒരു എരിവ് തന്നെ നമുക്ക് കിട്ടലില്ല കേട്ടോ. അതുമല്ല ഹെൽത്തിന് നല്ലതുമാണ്. ഇങ്ങനെ കൊളസ്ട്രോളും അതെല്ലാം ഉണ്ടാകുമ്പോൾ ഞാനൊരു മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇതുതന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ. അപ്പം രണ്ടാമത്തെ തയ്യിലും ഇതേപോലെ വന്നിട്ടുണ്ടായി കേട്ടോ. നിറച്ചും ഇങ്ങനെ വന്നിട്ടുണ്ടായി. ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് വെക്കുന്നുണ്ടായിട്ടോ. ഇങ്ങനെ ഇലയായിട്ട് എൻ്റെ മോനാണ് കേട്ടോ ഇങ്ങനെ പറിച്ചിട്ടിട്ടുള്ളത്. മോനിങ്ങനെ പറിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവനോട് പറഞ്ഞിട്ടൊന്നും നോക്കി കേൾക്കുന്നുണ്ടായിട്ടാ. ഇത് നല്ലോണം വലിപ്പം വരും കേട്ടോ. വലിപ്പം നല്ല വലുതാവും. അപ്പം എനിക്ക് കഴിയുന്നത് പറ്റാവുന്നതെല്ലാം ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ മതിയാക്കിയിട്ടുണ്ടായിന് കേട്ടോ. എൻ്റെ മോനിങ്ങനെ പറിച്ചെല്ലാം കളയുന്നുണ്ടായിന്. അപ്പോൾ ഇത്രയും പറിച്ചിട്ട് ഞാൻ മതിയാക്കിയിട്ടുണ്ടായിന്. ഇത് നമ്മളെ ചീരയാണ് കേട്ടോ. അപ്പം അങ്ങനെ തന്നാനെ തീർത്തതാണ് കേട്ടോ. അപ്പം അത് വലുതായിട്ടുണ്ട്. ഒരു ചീര ഉണ്ടായിട്ട് വഴുതനങ്ങ പൂവെല്ലാം പിടിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ പുഴു തിന്നിട്ടുണ്ട് എല്ലാം. അപ്പം മഴയായതുകൊണ്ട് പുഴുവിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ടായിന്. അപ്പോൾ നമ്മളെ ഫ്രാഷ് മുട്ടും എല്ലാം ഇങ്ങനെ പുഴു തിന്നിട്ട് ഇടുന്നുണ്ട് കേട്ടോ. പുഴു ഇങ്ങനെ കരണ്ടിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം പുഴുവിന് ഇങ്ങനെ തിന്നുന്നുണ്ടെന്ന് ഞാൻ ആദ്യം വിചാരിച്ച് വേറെന്തോ ജീവിയാന്ന് തിന്നുന്നു. വയ്യ നോക്കുമ്പോഴത്തേക്ക് എല്ലാം പുഴു തന്നെ അതിൻ്റെ മീത്ത് നിന്നിട്ട് തിന്നുന്നുണ്ടായിന് കേട്ടോ. അപ്പോൾ പുഴുവിന് ഇങ്ങനെയെല്ലാം തിന്നാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഉച്ചക്കേക്കുള്ള നല്ലൊരു ചൂരമീൻ്റെ കറിയും അതെല്ലാം ആക്കാൻ വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും ഒന്ന് ഇടാൻ വിചാരിച്ചേട്ടാ. അപ്പം രാവിലെ തന്നെ മക്കളെ സ്കൂളിൽ അയച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ കറി വെച്ചത്. ഇല്ലെങ്കിൽ നേരത്തെ കറി വെക്കലുണ്ട്. കറിയും ഉച്ചക്കത്തെ ഫുഡും എല്ലാം ആവലുണ്ട് കേട്ടോ. ഉച്ചക്കത്തെ ചോറും എല്ലാം മക്കൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പട്ടേ ആവലുണ്ട്. ഇന്ന് കുറച്ച് വൈകിയിട്ടുണ്ട്. ഇന്ന് മക്കൾ സ്കൂളിൽ അയച്ചിട്ടാണ് കേട്ടോ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിന്. അങ്ങനെ പണിയൊന്നും ഉണ്ടായിട്ടാ. അപ്പോൾ ചോറ് വെക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടാ. അപ്പം ഇന്നലത്തെ ചോറ് കുറച്ച് ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ കളയാൻ കഴിയില്ല വെച്ചിട്ട് അത് ചൂടാക്കിയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ചോറ് വെക്കലൊന്നും പണിയില്ല കേട്ടോ. മീനുണ്ടായിന്.
പിന്നെ വരുന്നതും കാത്തു നിന്നതാണ് കേട്ടോ. മീൻ മേടിക്കാൻ വിചാരിച്ചിട്ട്. അപ്പം മീൻ കുറച്ച് ലേറ്റ് ആവും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കറിയും അങ്ങനെ വൈകിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇതാ മീന് വേണ്ട ഉള്ളിയെല്ലാം മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മുളക് കറിയാണ് കേട്ടോ വെക്കുന്നത്. ചൂരമീൻ മുളക് കറി വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സവാള അരിഞ്ഞിട്ടുണ്ടായിന്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. നിങ്ങൾക്ക് എന്ത് പിന്നെ നമുക്ക് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പം പോരായ്മകളെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ ശ്രമിക്കും. അപ്പം എന്താ തക്കാളി അരിയുന്നുണ്ട് കേട്ടോ. ഇതിന് രാവിലെ ഞാൻ പുട്ടും കടലക്കറിയാക്കിയിട്ടാണ് ഉണ്ടായിന്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ നിന്നില്ല. അപ്പം എന്താ വീഡിയോ എടുക്കാൻ നിന്നാൽ നല്ല പിന്നെ ടൈം ആവുകയും ചെയ്യും. പിന്നെ ഭയങ്കരമായിട്ട് തലവേദനയും അതെല്ലാം ഉണ്ടായിന് കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ പിന്നെ അങ്ങനത്തെ അലർജി ഇതുണ്ടായിന്. അപ്പം എനിക്കിങ്ങനെ തുമ്പൽ അതെല്ലാം ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് പിന്നെ രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു പിന്നെ ഒരു ഇലാന്നിട്ട് എണീച്ചിട്ടുണ്ടായിന്. അപ്പം അതുകൊണ്ട് പിന്നെ രാവിലെ ചായ ആക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടാണ്. പിന്നെ ഇതായിട്ട് ഉച്ചക്കേക്ക് ഉണ്ടാക്കുന്ന കറിയും അങ്ങനെയെല്ലാം ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇതാ മീൻ ഞാൻ കുറച്ചെടുത്തിട്ട് പൊരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾക്കൊന്നും ഇത് ഇഷ്ടമല്ല, മീൻ പൊരിച്ചതൊന്നും. മീൻ കറിയും അങ്ങനെ വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവരിന്നില്ല സമയമാണ്. അപ്പം കറിയിൽ ഇങ്ങനെ കറിയായിട്ട് കൂട്ടും, മീനൊന്നും കൂട്ടൂല. അപ്പോൾ അവർക്ക് പപ്പടം പൊരിച്ച് കൊടുക്കാൻ വിചാരിച്ച്. ഇതാ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം നമുക്കിതാ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു നുള്ള് 1/2 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ നന്നായി ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. ഇപ്പോൾ ഉലുവ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാനിവിടെ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ തേങ്ങ അരച്ച് കൂട്ടാത്ത കറിക്ക് അത്യാവശ്യം സവാള എടുക്കണം കേട്ടോ. തക്കാളി അത്യാവശ്യം എടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. തക്കാളി കറിയിൽ എത്രയാണ് നമ്മൾ കൂടുതലിട്ടോ അത്രയും നമുക്ക് ടേസ്റ്റ് കൂടുക കേട്ടോ. അപ്പം പിന്നെ നമ്മൾ മാക്സിമം ഒരു മീൻ കറിക്കെല്ലാം 2 തക്കാളി ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുളി ഇടേണ്ട ആവശ്യം വരലില്ല. എന്നാൽ കുറച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അധികം പുളിയും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യം വരലില്ല. ഇങ്ങനെ തക്കാളി ഇട്ട് കൊടുത്താൽ തന്നെ. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ സവാള ഇടുമ്പോൾ തന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിന്, സ്കിപ്പ് ചെയ്ത് പോയതാണ്. അപ്പോൾ ഇതാ സവാള നന്നായി ഒന്ന് വഴറ്റട്ടെ. ചില ആൾക്കാർ നമ്മൾ മീൻ കറി വെക്കുമ്പോൾ കടു കാച്ചുന്നതാണ്, അല്ലെ മത്തിക്കറിക്കെല്ലാം കടു കാച്ചുന്നതാണ്. അപ്പോൾ ഓരോരാൾ ഓരോരോ ടൈപ്പിലായിരിക്കുമല്ലോ കറി വെക്കൽ. അപ്പോൾ പിന്നെ ഞാൻ വെക്കുന്ന രീതി വേറെയാണ്. അപ്പം പല ആളും പല ടൈപ്പിലായിരിക്കും മീൻ കറി വെക്കൽ കേട്ടോ. അപ്പോൾ ഞാൻ വെക്കുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം വിചാരിച്ച്. ഇനി ഇതാ സവാള വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതാ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അതും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഉലുവ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ടൈമിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഇടുന്നത് നല്ലൊരു മണം കിട്ടും കേട്ടോ. ഉലുവ ആദ്യം നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ഇതെല്ലാം വഴണ്ടി വന്നാൽ നമുക്ക് കറിവേപ്പിലയും ഒരു ഏകദേശം ഞാനൊരു 3-4 കാന്താരി മുളകും മുതുമനെന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പച്ചമുളകും കാന്താരി മുളകെല്ലാം ഇടുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ നമ്മൾ തേങ്ങ ഇടാത്ത കറിയല്ലേ. അപ്പം കൂടുതൽ എരിവാകും മക്കൾക്കെല്ലാം. ചില മക്കൾക്ക് എരിവ് ഇഷ്ടം ഉണ്ടാവില്ല, ഓരോരാൾക്ക് എരിവ് ഇഷ്ടം ഉണ്ടാവില്ല കുട്ടികൾക്ക്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇങ്ങനെ മുതുമനെന്നെ കുഞ്ചിത്തിട്ട് കൊടുക്കലാണ് കേട്ടോ. അന്നേരം നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും കിട്ടും.
അപ്പോൾ ഇങ്ങനെ കറിയിൽ മുതുമന തന്നെ കുഞ്ചിട്ട് കൊടുത്താൽ നമ്മൾ വറവിൽ കാച്ചി വയ്ക്കൂലേ, അപ്പോൾ അതിലെല്ലാം ഇങ്ങനെ മുതുമന തന്നെ കുഞ്ചിട്ട് കൊടുത്താൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ. ഇനി ഇതാ അതിൻ്റെ പച്ചമണമെല്ലാം പോയി കഴിഞ്ഞാൽ ഇതാ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി കുറച്ചും മുളക് പൊടി കൂടുതലും വന്നിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കറി വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, മല്ലിപ്പൊടി കുറച്ചിട്ട് കറി വെച്ചാൽ. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി അത്യാവശ്യം നല്ലോണം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഈ മസാലയിൽ തന്നെ ഈ മുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. കുറച്ചൊരു ഒരു പച്ചമണം പോയി കിട്ടണം കേട്ടോ, എന്നാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. ഇനി ഇതാ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കലക്കി കൊടുക്കാം കേട്ടോ, മിക്സാക്കി കൊടുക്കാം. ഈ കറി പത്തിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനും നമ്മൾ ചോറിൻ്റെ ഒക്കെ എല്ലാം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ചോറെല്ലാം കാലിയാകുന്ന വഴി അറിയില്ല. അപ്പം ഇങ്ങനെ തേങ്ങ ഒഴിക്കാണ്ട് ഇതേപോലെ മുളക് കറി വെച്ചാൽ, ചൂരമീൻ മുളക് കറിയെല്ലാം വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതാ വെള്ളം കുറച്ചും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം നോക്കിയിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം, എത്ര വെള്ളം വേണ്ടത് എന്നുള്ള രീതിയിൽ. നല്ലോണം കുറുക്കി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്കിപ്പ് പോയതാണ്. അപ്പം പിന്നെ സവാള ഇടുമ്പോൾ തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് കുറച്ച് പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളി വെള്ളമാക്കിയിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇതേപോലെ കഴുകിയിട്ട് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നതാണ്. തക്കാളി നമ്മൾ കൂടുതൽ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം അതുകൊണ്ട് പുളി കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി പിന്നെ കറിയൊന്ന് നല്ലോണം ഒന്ന് തിളക്കട്ടെ കേട്ടോ. ആ മുളകിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറിക്കിട്ടട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതാ ഇവിടെ മീൻ പൊരിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ മീൻ പൊരിക്കാൻ പിന്നെ മസാല പറ്റുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓയിൽ ചേർത്ത് കൊടുത്താൽ മസാലയിൽ നല്ലോണം ആ മീനിലേക്കൊന്ന് സെറ്റായി പിടിക്കും കേട്ടോ. നമുക്കധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. മസാല ഇട്ടിട്ട് മീൻ വേഗം തന്നെ വറുത്തെടുക്കുകയും ചെയ്യുക. മസാലയെല്ലാം നല്ലോണം സെറ്റായി പിടിക്കും. അപ്പോൾ ഓയിൽ യൂസ് ചെയ്താൽ നല്ലൊരു ഇതായിരിക്കും കേട്ടോ. നമുക്ക് ആ മീൻ പിന്നെ നമുക്ക് മീൻ പെരക്കുമ്പോൾ ഒരു നല്ലൊരു ഇത് കിട്ടും കേട്ടോ. അങ്ങനെ ഉടയോ അങ്ങനെയൊന്നും ചെയ്യൂല. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം തിക്കായിട്ടുണ്ടായിന്, അപ്പം ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. മസാലയെല്ലാം നല്ലോണം ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സമയം അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ആ സമയം കൊണ്ട് നമ്മളെ കറിയുടെ തിളച്ചിട്ടുണ്ട്. അതിന് നല്ലോണം തിളക്കണം കേട്ടോ. ഇങ്ങനെ മീൻ കറി നമ്മൾ ആദ്യം ഇതേപോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. ആ മുളകെല്ലാം നല്ലോണം ഒന്ന് തിളച്ച് കുറച്ച് വെള്ളമെല്ലാം വറ്റി വന്നാലേ നമുക്ക് ഈ മീനിട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാൻ മീനിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ആ മീനൊന്ന് വെന്ത് ആ മസാലയും ആ കറിയെല്ലാം അതിലേക്കൊന്ന് പിടിച്ചെടുക്കട്ടെ. അതുവരെ നമുക്ക് മീൻ കറി ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. വേഗം ഉടയുന്ന മീനൊന്നല്ല കേട്ടോ. ചൂരമീൻ നമുക്ക് വേവിക്കുന്നത്ര ബലാന്നുണ്ടാലല്ലേ, പിന്നെ ഉടഞ്ഞ് കിട്ടൂല കേട്ടോ. ആ സമയം കൊണ്ട് അത് അപ്പുറത്ത് തീയിൽ വെച്ചിട്ടുണ്ട്. ഇനി മീൻ പൊരിച്ചെടുക്കാം. നമ്മൾ പിന്നെ
അടുക്കളയിൽ നിന്നാൽ നമുക്ക് വേറെ എവിടെയും പോവാണ്ട് ഈ അടുക്കളയിൽ നിന്നിട്ട് തന്നെ പിന്നെ ഈ ഉണ്ടാക്കുന്നതിനെല്ലാം നമ്മൾ ശ്രദ്ധ കൊടുത്താൽ നമുക്ക് വേഗം തന്നെ പണിയെല്ലാം ഒരുങ്ങി കിട്ടും കേട്ടോ. അടുക്കളയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങാതെയും ആടെ ഇരുന്ന് മൊബൈലെല്ലാം നോക്കിയാൽ നമ്മളെ ടൈം വെറുതെ ഇങ്ങനെ പോയി അതിൽ. അപ്പോൾ പിന്നെ നമ്മളെ പണികളെല്ലാം തീർത്തിട്ട് മൊബൈൽ വെക്കാൻ ഇഷ്ടം പോലെ ടൈം ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ പണികൾ നമ്മൾ വേഗം തന്നെ ഇങ്ങനെ വേറൊന്നും ഒരു ഇതും എടുക്കാതെ ഇതേപോലെ പണികൾക്ക് തന്നെ ശ്രദ്ധ കൊടുത്താൽ നമുക്ക് വേഗം തന്നെ പണികൾ ഒരുങ്ങിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഇഷ്ടം പോലെ ടൈം ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മളെ കറിയുടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കറിയുടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ മീനൊന്ന് ഇപ്പുറത്തേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഇതാ മീൻ ഒരു ഭാഗമായിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് അങ്ങനെ ഓരോരു താല്പര്യം ഉണ്ടാകുമ്പോൾ തിന്നും കേട്ടോ. മീൻ കണ്ടിട്ടോ അങ്ങനെ നല്ല മണം വരുമ്പോൾ അങ്ങനെയെല്ലാം നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വായിലിടും. കുറച്ച് മീനെല്ലാം ഒന്ന് പൊരിഞ്ഞ് ടൈമിൽ തീരെ തിന്നൂല. അപ്പോൾ മീനെല്ലാം ഇടാൻ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് ചോറ് എടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ആവിച്ചെമ്പിലാണ് കേട്ടോ ചോറ് തിളപ്പിക്കൽ. ഇതേപോലെ നമ്മൾ പഴമെല്ലാം വേവിക്കില്ലേ അതേപോലെ ആവിച്ചെമ്പിൽ ഇതേപോലെ ചോറ് ഫ്രിഡ്ജിൽ വെച്ച ചോറൊന്ന് തിളപ്പിച്ചെടുക്കുകയെന്ന് ചെയ്യൽ. അപ്പോൾ ഇതാ മക്കൾക്ക് ഞാൻ പപ്പടം പൊരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് പപ്പടത്തോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് അത്ര നല്ലതല്ല പപ്പടം. എന്നാലും അത്യാവശ്യം അങ്ങനെ സ്കൂളില്ലാത്ത ടൈമെല്ലാം പറഞ്ഞാലൊന്ന് പൊരിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീൻ കറിയെല്ലാം ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊരിച്ച് കൊടുക്കും. അധികം ഒന്നും കൊടുക്കില്ല. എന്താ വെച്ചാൽ പപ്പടം അത്ര നല്ലതല്ലല്ലോ നമുക്ക് കുട്ടികൾക്കെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ പൊരിച്ച് കൊടുക്കും പറഞ്ഞാൽ. അപ്പോൾ അവർക്ക് ഇങ്ങനെ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചോറ് കഴിക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ കേക്കിന് കുഴക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം വൈകുന്നേരം കുറച്ച് ദിവസത്തേക്ക് ചായക്ക് പിന്നെ കേക്ക് ആക്കി വെക്കാൻ വിചാരിച്ച്. എനിക്കിങ്ങനെ പിന്നെ ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ മധുരത്തോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അപ്പം എന്തെങ്കിലും ഇങ്ങനെ പലഹാരങ്ങൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയെല്ലാം ആക്കി വെച്ചാൽ ഭയങ്കര ഗുണമാണ് കേട്ടോ. അപ്പം പിന്നെ കടകളിൽ നിന്നെല്ലാം വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് കഴിക്കുന്നതല്ലേ നമുക്ക് നമ്മളെ ഹെൽത്തിനെല്ലാം നല്ലത്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ ആക്കി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം അളന്നിട്ട് വാങ്ങിക്കലാന്ന് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എടുക്കില്ല. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം അളന്നിട്ട് ഞാൻ പീടിയിൽ നിന്ന് വാങ്ങിക്കും. അപ്പോൾ ഇതാ ഞാൻ 1 കിലോ പഞ്ചസാര വാങ്ങിച്ചിട്ടുണ്ടായിന്. അതിൽ ഫുള്ളായിട്ട് ഇടുന്നില്ല കേട്ടോ. മിക്സിയിൽ ഏകദേശം ഒരു 3/4 കിലോനോളം പഞ്ചസാര ഇടുന്നുണ്ട്. അത്രയും എടുത്തിട്ടില്ല കേട്ടോ. 3/4 കിലോനൊന്നും എടുത്തിട്ടുണ്ടായിട്ട്. ഇനി ഇത് ആവശ്യത്തിന് ഏലക്കായി ഇട്ട് കൊടുക്കുന്നുണ്ടായിന് കേട്ടോ. എൻ്റെ കയ്യിൽ ഏലക്കായി കഴിഞ്ഞിട്ടുണ്ടായിന്. ഇതിൽ കൂടുതൽ ഏലക്കായി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഏലക്കായി നല്ലൊരു ഏലക്കായിൻ്റെ ഫ്ലേവറെല്ലാം ഇഷ്ടമില്ലാക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഏലക്കായി ഇട്ട് കൊടുത്താൽ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് വരാം കേട്ടോ. പൊടിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക്. ഇനി ഇതേപോലെ കേക്ക് കുഴക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വീതിയുള്ള ഒരു പാത്രം എടുക്കാം കേട്ടോ. ഞാനിവിടെ ഇതേപോലത്തെ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ നെയ്യും ഓയിലും കൂടിയിട്ട് മിക്സാക്കിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതാണ് കേട്ടോ. നമുക്ക് പിന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നെയ്യ് നമ്മൾ ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു മണമായിരിക്കും കേക്കിന്. അപ്പം നെയ്യും കുറച്ച് കൂടുതൽ നെയ്യും കുറച്ച് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിന്. ഏകദേശം ഒരു 50 നെയ്യോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പം അതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം മുട്ട എടുത്ത് ഇതിലേക്ക് പൊട്ടിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 10 മുട്ടക്കാണ് കേട്ടോ ആക്കുന്നത്. 10 മുട്ടക്കുള്ള കേക്കാണ് ആക്കുന്നത്. മുമ്പൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. ഈ കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിന്. അത് 20 മുട്ടക്കാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിന്. അതെന്തോ ഗൾഫിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അധികം ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലെല്ലാം 10 മുട്ടക്കെല്ലാം വേണമെന്നുണ്ടെങ്കിൽ 10 മുട്ടൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാ 10 മുട്ടക്ക് ഞാനിതാ ഓയിലിലേക്ക് ഈ മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ നമ്മൾ മുട്ടയെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുന്ന സമയം എപ്പോൾ നമ്മൾ അരുവത്ത് തന്നെ ഒരു പാത്രം വെച്ച് കൊടുത്താൽ നമുക്ക് എല്ലാ വേസ്റ്റും ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ആ ടേൽമയൊന്നും വെക്കാണ്ട് ഈ മുട്ടത്തോടും പിന്നെ കൊട്ടയോ അങ്ങനത്തെ എല്ലാം ഇതുണ്ടാവില്ലേ, അപ്പോൾ അതെല്ലാം പാത്രത്തിൽ വെച്ച് കൊടുത്താൽ നമുക്ക് അധികം കച്ചറിയൊന്നും കാണൂല കേട്ടോ. ടേൽമ വെച്ചാൽ എല്ലാം ലാസ്റ്റ് ഭയങ്കര പണിയായിട്ട് ബുദ്ധിമുട്ടായിട്ടെല്ലാം കാണും. അപ്പം അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ ഇതായതിന് നേരത്തെ നമ്മൾ ഏലക്കായും പഞ്ചസാരയും പൊടിച്ച് വെച്ചിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ നെയ്യിലേക്കും ഈ മുട്ടയിലേക്കും അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ച് വേണമെന്നില്ലാക്ക് ഇതിൽ കുറവ് പഞ്ചസാര എടുക്കാം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റാണ് കേട്ടോ പഞ്ചസാര. അപ്പം ഇതാ കുറച്ച് കളറ് പിന്നെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അധികമൊന്നും ആഡ് ചെയ്യുന്നില്ല, കുറച്ചൊരു ഒരു ചെറുങ്ങനെ ഒന്ന് കളറ് മാറാൻ വേണ്ടിയിട്ട്. അധികം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, പക്ഷെ ഞാനൊരു നുള്ളേ ആഡ് ചെയ്യുന്നില്ല. ഇതാ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യുന്നുണ്ട്, ഒരു നുള്ള് മതിയാവും. അപ്പം അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതാ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. കൈ കൊണ്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. കൈ കൊണ്ട് അല്ലെങ്കിലും വിക്സ് കൊണ്ടോ അതിനോടോട്ടോ മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കൈ കൊണ്ട് തന്നെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്, എന്നാലേ നല്ലോണം ഒന്ന് ആ മുട്ടയും പഞ്ചസാരയും എല്ലാം ഒന്ന് മിക്സായി കിട്ടും കേട്ടോ. ഇതിലേക്ക് വേണമെന്നില്ലവർക്ക് എള്ള് ആഡ് ചെയ്യുക കേട്ടോ. എൻ്റെ മക്കൾക്ക് എള്ള് അത്ര ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എള്ള് ആഡ് ചെയ്യാത്തത്. കറുത്ത എള്ളില്ലേ, അത് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ കളറ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ നല്ലോണം ഒന്ന് കലക്കി കൊടുക്കുക കേട്ടോ. ഞാൻ അധികം ഒന്നും കളറ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് കുറച്ചൊരു കാണാനൊരു വൃത്തിയുള്ള രീതിയിൽ പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഇട്ടതാണ് കേട്ടോ. അപ്പം അധികം വേണമെന്നില്ലവർക്ക് അധികം കൂടെ, തീരെ സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പും ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഓയിലും നെയ്യും രണ്ടും പകുതി പകുതി മിക്സാക്കിയിട്ടല്ല ഒഴിച്ചിന്. അപ്പം നിങ്ങൾക്ക് വെറും നെയ്യ് വേണമെന്നുള്ളവർക്ക് വെറും നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പം വെറും ഓയിൽ വേണമെന്നില്ലവർക്ക് അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. പക്ഷെ നെയ്യ് ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ കേക്കിന്. അപ്പം ഓയിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ കുറച്ച് ടേസ്റ്റ് കുറയും കേട്ടോ. ഇനി ഇതേപോലെ വേണം കേട്ടോ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ലോണം ഒന്ന് കലക്കിയിട്ട് ആ നൂൽ പരുവത്തിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കിലോ മൈദക്കാണ് കേട്ടോ ആക്കുന്നത്. 10 മുട്ടയും 1 കിലോ മൈദയും ഏകദേശം അര കിലോയിൽ കുറച്ച് കൂടുതൽ 3/4 കിലോ പഞ്ചസാരയും കൊണ്ടാണ് കേട്ടോ ആക്കുന്നത്. അപ്പം പിന്നെ ഇതാ കുറച്ചായിട്ട് നമ്മൾ മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് ഇതിലേക്ക് ചെരിഞ്ഞെടുത്താൽ പിന്നെ നമുക്ക് കുഴക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മൈദ ആടാടെ ഇങ്ങനെ കട്ടപ്പിടിക്കും, അങ്ങനെയെല്ലാം ആയിട്ട് കൈ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടൈറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ഭയങ്കരമായിട്ട് കൈ വേദനിക്കുക അങ്ങനെയെല്ലാം ചെയ്യും. അപ്പം നമുക്കിങ്ങനെ ഏകദേശം ഒരു 4 തവണ ഇങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ മിക്സാക്കി എടുത്താൽ വലിയ ബുദ്ധിമുട്ടേ കാണൂല കേട്ടോ നമുക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ അടുക്ക് എൻ്റെ മോനിങ്ങനെ വന്നിട്ട് അതിൻ്റെ മീതെ കയറിയിട്ട് നിൽക്കുന്നുണ്ടായിന് കേട്ടോ. ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഇങ്ങനെ ഇല്ലെങ്കിൽ മൈദയില കട്ടപ്പിടിക്കും. അപ്പോൾ ഇതാ കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 തവണയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ടൈറ്റായി വരുന്നുണ്ട് കേട്ടോ. 10 മുട്ടക്ക് 1 കിലോ മൈദ കണക്കാണ് കേട്ടോ, കറക്റ്റാണ്. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാത്തവർ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് പിന്നെ അതിൻ്റെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. നല്ലതാണെങ്കിൽ നല്ലതായാലും എന്തെങ്കിലും മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതും അറിയിക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. കൈ കൊണ്ട് തന്നെ നമ്മൾ കഴിയുന്നതും ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് മിക്സാക്കുന്ന അത്ര വേറൊന്നിനെ കൊണ്ടും മിക്സാക്കിയാൽ വരില്ല. അപ്പോൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മിക്സാക്കി കൊടുത്താൽ വേഗം നമുക്ക് ആയി കിട്ടുകയും ചെയ്യും. മൈദയൊന്നും അങ്ങനെ കട്ട പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യൂല കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പുറത്ത് ഈ കേക്കിന് നല്ല റേറ്റ് ഉണ്ടല്ലേ. നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ 1 കിലോന് അങ്ങനെയെല്ലാം വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ പിന്നെ ചിലവ് കുറഞ്ഞിട്ടും പിന്നെ അത്ര റേറ്റ് കൊടുക്കാണ്ട് തന്നെ ഒരുപാട് കേക്ക് നമുക്ക് ഇങ്ങനെ കുറച്ച് ഇതാക്കിയാൽ നമുക്ക് 10 മുട്ടൊക്കെ ആക്കിയാൽ നമുക്ക് ഒരുപാട് കേക്ക് തന്നെ ആയിക്കിട്ടും. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യം ഒന്നും വരില്ല കേട്ടോ.
നമുക്കൊന്നും പേടിക്കാണ്ട് തന്നെ തിന്നുകയും ചെയ്യാം കേട്ടോ. വീട്ടിലാക്കുന്നത് നമുക്കൊന്നും പേടിക്കാണ്ട് തന്നെ തിന്നാം കേട്ടോ. അപ്പം എന്താ പിന്നെ നല്ലോണം ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പിന്നെ ഏകദേശം നമ്മൾ രാവിലെ ആക്കിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം രാവിലെ കുഴച്ച് വെച്ചിട്ടുണ്ട്, വൈകുന്നേരം ചൂടാം. അല്ലെങ്കിൽ ഉച്ചക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ചൂടാം, അല്ലെങ്കിൽ രാത്രി കുഴച്ച് വെച്ചിട്ട് രാവിലെ ചൂടാം. അപ്പം ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ലെങ്കിൽ വെക്കുകയും വേണ്ട കേട്ടോ. അപ്പം വേഗം ചൂടണമെന്നില്ലാക്കെല്ലാം അങ്ങനെയും ചൂടാം. അപ്പോൾ റെസ്റ്റ് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പം ഞാനിവിടെ ഉച്ചക്ക് വെച്ചിട്ട് ഏകദേശം ഒരു 4 മണി ആ ടൈമെല്ലാം ആകുമ്പോൾ കേട്ടോ ചുട്ടെടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതേപോലെ ഒരു കുണ്ടുമില്ല ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കൈക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളമോ ഓയിലോ പിന്നെ നമുക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പം കൈക്ക് ഇങ്ങനെ പറ്റി പിടിക്കുന്നുണ്ടാവില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ആക്കി കൊടുക്കുന്നത്. വെള്ളമായിരിക്കും കേട്ടോ ബെസ്റ്റ്. വെള്ളം നമ്മൾ ആക്കി കൊടുത്താൽ കൈക്കൊന്നും പറ്റി പിടിക്കില്ല, ഓയിലിനെക്കാട്ടി നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഓയിലാണ് കേട്ടോ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുങ്ങനെ കൈക്കെല്ലാം പറ്റിക്കൊടുക്കും, ഭയങ്കരമായിട്ട് കൈക്ക് ഓയിലാകുന്നതുകൊണ്ട് വെള്ളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ വെള്ളം ബെസ്റ്റാണ് കേട്ടോ കൈക്ക് വെള്ളമാക്കി. നമ്മൾ ഈ വട ചൂടയില്ലേ, ഉഴുന്ന് വട ചൂടുമ്പോൾ നമ്മൾ എപ്പോൾ അടുത്ത് വെള്ളം വെക്കൂലേ പിന്നെ കൈ ഒന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് ഇത് ചുട്ടാൽ ബെസ്റ്റായിരിക്കും കേട്ടോ. അപ്പം കൈ കൊട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ചെയ്യൂല. അപ്പോൾ ഞാനിങ്ങനെ പിന്നെ ഓയിൽ ചൂടായതിന് ശേഷം ഇങ്ങനെ ഓരോന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോന്നായിട്ട് ഉരുട്ടിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഓയിൽ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടാട്ടോ. അപ്പോൾ ഇങ്ങനെ ചൂടുമ്പം ഫസ്റ്റ് ചൂടുമ്പം എനിക്ക് ഭയങ്കര ത്രില്ലാണ് കേട്ടോ. ഇങ്ങനെ ഓയിൽ പിന്നെ തിളക്കാനോ അങ്ങനെയൊന്നും നിൽക്കില്ല. അപ്പം എനിക്ക് ക്ഷമയുണ്ടാവില്ല കേട്ടോ തീരെ. അപ്പോൾ ഓയിൽ ചെറുങ്ങനെ ചൂടായതേലും അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കരണ്ട് പോയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടു. അപ്പം കരണ്ട് പോയിട്ടുണ്ടായിന്. അപ്പോൾ കരണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് പൊങ്ങി വരുന്നത് നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഏത് സാധനവും നമ്മൾ ആക്കുമ്പം പിന്നെ ഇങ്ങനെ എല്ലാം നല്ല വൃത്തിയിലായാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. അത് മറ്റുള്ളവർ പറയുന്ന കേൾക്കുമ്പോൾ അതിലേറെ സന്തോഷമായിരിക്കും അല്ലേ. മറ്റുള്ളവർ കഴിച്ചിട്ട് നല്ലൊരു പിന്നെ കമൻറ്റ് പറയുമ്പോൾ നല്ലൊരു പിന്നെ നമുക്ക് സന്തോഷമായിരിക്കും അല്ലേ. പിന്നെ നമ്മൾ കഴിക്കുന്നത് ഞങ്ങാട്ടി തന്നെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമായിരിക്കും അല്ലേ. എനിക്ക് ഭയങ്കര ഇതാണ് കേട്ടോ അങ്ങനെ പറയുന്നതെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കേക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കാം കേട്ടോ. അപ്പം ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പിന്നെ ഇളക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് പിന്നെ നമ്മൾ ഇടുമ്പോൾ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ഈ ഇളക്കുന്ന സമയം ഇങ്ങനെ ഇളക്കൂലേ ആ സമയം നമുക്ക് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൂടാം കേട്ടോ. എന്താ വെച്ചാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടൂല കേട്ടോ. കുറച്ച് സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കണം. പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ആക്കാം കേട്ടോ. അപ്പം നല്ലതുപോലെ പൊന്തിയിട്ടുണ്ട്. പിന്നെ അപ്പം പിന്നെ ഉണ്ടാക്കാത്തവർ മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കിയിട്ട് ഇതുണ്ടാക്കിയിട്ട് ഇതെങ്ങനെ ഉണ്ടെന്നും ഇതെങ്ങനെ പിന്നെ നല്ലതാണെങ്കിൽ നല്ലതെന്നും മോശമാണെങ്കിൽ മോശമെന്നല്ല പിന്നെ നമുക്ക് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഉണ്ടാക്കിയിട്ട്. അപ്പം പിന്നെ ഇതിപ്പം ഈ അളവിൽ തന്നെ കറക്റ്റ് എടുത്താൽ നമുക്ക് ഇതേപോലെ തന്നെ ആയി കിട്ടും. അപ്പം പിന്നെ നല്ലതുപോലെ ഈ കളറിൽ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ കുറച്ചും കൂടെ കളറ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു കളറിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, രണ്ടാമത് ഞാൻ നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട്. മുമ്പൊക്കെ പണ്ടെല്ലാം
പണ്ടത്തെ കാലമെല്ലാം ഇങ്ങനെ കേക്ക് പിന്നെ ചുടുന്നത് കാണാം, നമ്മൾ പലയിൽ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഫുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് ആ സമയമാകുമ്പോൾ കൊണ്ടുപോയിട്ട് എണ്ണയിലിടുന്നതെല്ലാം കാണാം. ഇതങ്ങനത്തെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ നമ്മൾ ആ ടൈമിൽ തന്നെ അത് ഉരുട്ടി ഇട്ടാൽ നല്ലൊരു കേക്ക് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പം കണ്ടിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, നല്ല സോഫ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ രണ്ടാമത് ഞാൻ ഇടുന്നുണ്ട്, നമുക്ക് ഇടുന്ന തന്നെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കാട്ടോ, ഇടാട്ടോ എണ്ണയിൽ. അപ്പോൾ കൈയോട് ഇതേപോലെ കുറച്ചായിട്ട് എടുത്തിട്ട് ഇതേപോലെ ഉരുട്ടിയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇടുമ്പോൾ ഇതാ പൊന്തി വരുന്നത് കാണുന്നില്ല, നല്ല രീതിയിൽ പൊന്തി വരും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതാ ഓരോന്നായിട്ട് തന്നെ പൊന്തി വരുന്നുണ്ട് കേട്ടോ. ആ പൊന്തി വരുന്ന സമയം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പം എനിക്കിങ്ങനെ കാണാനും പിന്നെ അങ്ങനെയെല്ലാം ആയിട്ട് ഇങ്ങനെ കുറച്ച് ഇടുമ്പോൾ നമുക്ക് കാണാനും ഉണ്ടാക്കാനും എല്ലാം ഒരു എളുപ്പമായിരിക്കും. ഒന്നാമത് ചട്ടി ചെറുതല്ല, വലിയ ചട്ടിയാണെങ്കിൽ ഇതിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതാ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് ആക്കിയിട്ടെടുക്കുക കേട്ടോ, അങ്ങനെ ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, കേക്കിന് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ഇതാ ഞാൻ ആ ചുട്ടപ്പോൾ തന്നെ ഒന്ന് ചൂടോടെ തിന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ കഴിയില്ല, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ സോഫ്റ്റ്. അപ്പോൾ ഇതാ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ച് വലിയ ഷേപ്പിലാക്കുന്നുണ്ടെങ്കിൽ വലിയ ഷേപ്പിലാക്കാം. ഇനി ഇതിലും ചെറിയ ഷേപ്പിൽ വേണമെന്നില്ല അവർക്ക്, ഇതിലും ചെറിയ ഷേപ്പിലാക്കാം കേട്ടോ. ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിതാ ഈ ഷേപ്പിലാണ് കേട്ടോ, ഇത്ര പോരെ വലിപ്പത്തിൽ ഈ ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. അധികം ഓവറായിട്ട് വലുതായിട്ട് വേണ്ട വിചാരിച്ചിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ല വലിപ്പത്തിൽ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് വെക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. കേക്കെല്ലാം നല്ലോണം പൊട്ടിയിട്ട് തന്നെ വന്നിട്ടുണ്ടതിന്. അപ്പോൾ ഇതാ പിന്നെ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ആക്കിയെടുക്കുക കേട്ടോ. പിന്നെ ഓയിൽ കുറയും തോറും വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അധികം ഓയിലൊന്നും വേണ്ട കേട്ടോ ഇതിന്, കുറച്ച് ഓയിൽ തന്നെ മതി, ഓയിൽ കുടിക്കുന്നതൊന്നല്ല. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കല്ലേ കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബായ്.